സ്കൈ ലോഞ്ച് ചെയ്തു. അടിപൊളിയായിരുന്നല്ലേ? മസ്റ്റ് ട്രൈ ആണ് സെന്റോസയിൽ നിങ്ങൾ വരണമെങ്കിൽ. നമ്മളിങ്ങനെ ഇതിൽ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചട്ടിത്തൊപ്പിയൊക്കെ ഇട്ട് ബാഗ് മുമ്പിൽ വെച്ച് കാലൊക്കെ കണ്ടോ രണ്ടുപേരും. പുറകിലേക്ക് ഇപ്പം ഇങ്ങനെ കാണിക്കാനാണെങ്കിൽ നമ്മൾ കയറ്റം കയറി ഇങ്ങനെ വരികയാണ്. ഈ സ്കൈ ലോഞ്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകിലേക്കുള്ള കാഴ്ചയും കൂടെ ഭയങ്കര രസമാണ് കേട്ടോ. സെൻറ്റോസയിലുള്ളൊരു റൈഡാണ് സ്കൈ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ ടിക്കറ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ബോർഡിൽ ഇങ്ങനെ കാണാം. ഇതാ ഇങ്ങനെ ഒരു വണ്ടിയിലിരുന്നിട്ട് താഴത്തേക്ക് പോകുന്നതാണ് പരിപാടി. 2 റൈഡിന് 30, 3 റൈഡിന് 33, 4 റൈഡിന് $36 ഇതിൻ്റെ പൈസ. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് 6 മണിക്കുള്ള ഇതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് വേ ടു റൈഡ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട്. താഴെ പോയിട്ട് വേണം നമുക്ക് ഹെൽമെറ്റൊക്കെ ഇടാൻ. ആ സാധനത്തിൽ കയറിയിട്ട് നമ്മളെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് ആ ഒരു സൈക്കിൾ പോലത്തെ സാധനത്തിൽ നമ്മൾ നേരെ ഇറക്കത്തിലൂടെ ഇങ്ങനെ താഴത്തേക്ക് വരും. അതാണ് പരിപാടി. സ്കൈ ലൂജ്. ഗ്രാബ് യുവർ ഹെൽമെറ്റ് ഇൻ യുവർ സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ തലയ്ക്ക് പറ്റുന്ന ഹെൽമെറ്റ് ഇവിടുന്ന് എടുക്കണം. നമ്മൾ രണ്ടുപേരും എന്താ ഹെൽമെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോവാണ്. ആ സാധനമാണ് നമ്മൾ ഓടിക്കേണ്ടത്. അതിന് ബ്രേക്കും ജസ്റ്റ് ആക്സിലേറ്റർ പോലത്തെ സാധനമൊക്കെ ഉണ്ട് തോന്നുന്നു. ലൂജ് എൻട്രി ദിസ് വേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളിതാ പതുക്കെ അത് പോവുള്ളൂ. പതുക്കെ പോകുന്നൊരു വണ്ടി നമ്മളിതാ പിള്ളേരെ മുന്നിലിരുത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടേക്കാണ് നമ്മളിതാ വെയിറ്റ് ചെയ്യുന്നുണ്ട് ക്യൂവിൽ ആൾക്കാർ മുഴുവൻ. നമ്മളടുത്ത് ഫസ്റ്റ് ടൈം ആണോ സെക്കൻഡ് ടൈം ആണോ എന്ന് ചോദിച്ച് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞപ്പോൾ, അതായത് 2 റൈഡാണ് നമുക്ക് മൊത്തം ഉള്ളത്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞ സമയത്ത് നമ്മളോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ് നമ്മളിതാ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ താഴെ കാണുന്നതാണ് ലൂസ് റൈഡ്. ആൾക്കാരിങ്ങനെ ഇറക്കത്തിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടോ. ഒരാൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, ഒരാൾ കുറച്ച് പതുക്കെയാണ് പോകുന്നത്. ബ്രേക്കൊക്കെ ചവിട്ടി അയാൾ പതുക്കെയാണ് പാട്ടിന് പോകുന്നത്. നമ്മളിതാ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഈ ലൂജിൻ്റെ പല വേരിയേഷൻസ് അവരിങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. കുട്ടികൾ പോലും ഒറ്റയ്ക്ക് പോകുന്ന ഒരു റൈഡായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇത് പേടിക്കാനൊന്നുമില്ല. ചെറിയ കുട്ടികൾ പോലും നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. ലൂജിന്റെ ഹോൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞിട്ടാ ഓരോ സമയത്ത് ഉണ്ടാകുന്ന ഓരോ ലൂജിന്റെ ഇത് വെച്ചിട്ടുണ്ടാകും. 1985 തൊട്ട് 2023 വരെയുള്ള ലൂജിന്റെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇവിടുന്ന് കയറാൻ പോവാണ്. ഇനി അങ്ങോട്ട് എനിക്ക് മൈക്കിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ മൊബൈൽ ആക്ഷൻ ക്യാമറ ഇവിടെ വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നമുക്ക് റൈഡ് ഒന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതി മുമ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നിറയെ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. ഞാൻ സ്വാതിനെ കുത്താൻ പോകുന്നു. ഞാൻ ഒറ്റ കയ്യിൽ റൈഡ് ചെയ്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പാടില്ല എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നീല നമ്മളതാ എക്സ്പെഡീഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സിബു ഞാൻ സ്പീഡിൽ പോവാ. വാ,
നമ്മൾ രണ്ടുപേരും എന്താ ഇവിടെ എത്തി. ഒരാൾ തള്ളി തള്ളി പുറകിൽ വരുന്നുണ്ട്. നമ്മളിതാ ഇവിടെ തള്ളി തള്ളി എത്തി. നമ്മൾ റൗണ്ട് 1 കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് കയറി പോകാനുള്ള ഇതിൽ കയറാൻ പോവുകയാണ്. ഇതിലിരുന്നിട്ടാണ് നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോയിട്ട് റൗണ്ട് 2 നമുക്ക് പോകാൻ പറ്റും. ഇവിടെ 4 ട്രയലുള്ള എക്സ്പെഡീഷൻ ഏറ്റവും പ്രൊഫഷണൽസിന്, ഡ്രാഗൺ കുറച്ചും കൂടെ ഡീസൻ്റ് ആണ്, കുപ്പു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ജംഗിൾ എന്ന് പറയുന്നത് ഏറ്റവും ബിഗിനേഴ്സിനുള്ള റൈഡ്. നമ്മളിങ്ങനെ ഇതിൽ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചട്ടിത്തൊപ്പിയൊക്കെ ഇട്ട് ബാഗ് മുമ്പിൽ വെച്ച് കാലൊക്കെ കണ്ടോ രണ്ടുപേരും എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ റൈഡ് വന്നത്. നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയത്. നമ്മൾ തിരിച്ച് സെക്കൻഡ്, അതായത് ഇവർക്ക് 2 റൈഡ് 3 റൈഡ് 4 റൈഡ് അങ്ങനെയാണ് അവരുടെ ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 റൈഡിൻ്റെയാണ് എടുത്തത്. ആ 2 റൈഡ് നമ്മൾ രണ്ടാമത്തെ റൈഡിലേക്ക് പോവുകയാണ്. നമ്മളിങ്ങനെ കയറ്റം കയറി പോവുകയാണ്. താഴത്തേക്കൊക്കെ നല്ല താഴ്ചയാണ്. പുറകിലേക്ക് ഇപ്പം ഇങ്ങനെ കാണിക്കാനാണെങ്കിൽ നമ്മൾ കയറ്റം കയറി ഇങ്ങനെ വരികയാണ്. ഈ സ്കൈ ലോഡ്ജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകിലേക്കുള്ള കാഴ്ചയും കൂടെ ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും സണ്ണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കടലിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കാണാം. പുറകിൽ ബീച്ചാണ്, അവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഫോട്ടോസും വേണേൽ കിട്ടും. ഓരോ ഡിജിറ്റലിൻ്റെ പൈസയൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ കോപ്പി ആണെങ്കിൽ $8, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റും വേണമെന്നുണ്ടെങ്കിൽ $16 ഇവിടുത്തെ പൈസ. നമ്മളങ്ങനെ സ്കൈ ലോഡ്ജ് ചെയ്തു. അടിപൊളിയായിരുന്നല്ലേ? മസ്റ്റ് ട്രൈ ആണ് സെൻറ്റോസയിൽ നിങ്ങൾ വരണമെങ്കിൽ. അടിപൊളി എക്സ്പീരിയൻസ്. നമ്മൾ 2 റൈഡ് പോയി. ഒന്ന് ഒരു ഡ്രാഗൺ ട്രയൽ എന്ന് പറഞ്ഞതും ഒന്ന് എക്സ്പെഡീഷൻ ട്രയൽ എന്ന് പറഞ്ഞിട്ട് 2 റൂട്ടിൽ പോയി. ഭയങ്കര രസമായിരുന്നു. ബിഗിനറും എക്സ്പേർട്ടും കറക്റ്റ്. ബിഗിനറല്ല, ഇന്റർമീഡിയറ്റും എക്സ്പേർട്ടും ആയിട്ടുള്ള 2 ട്രയൽ നമ്മൾ പോയി. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകും. നിങ്ങൾക്ക് വേണ്ട സ്പീഡിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഭയങ്കര മറിയോ തിരിയോ ഒന്നും പറ്റില്ല. ഇത് വളരെ സേഫ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. കറക്റ്റ്. പ്ലസ് ഈ ഈ ഒരു സാധനം നമ്മളിങ്ങനെ കയറി പോകുന്നത് അതും വേറൊരു ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സ്കൈ റൈഡ് അതും ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാം കൊണ്ടും നല്ല അടിപൊളി എക്സ്പീരിയൻസ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ആക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പല വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിംഗപ്പൂരിന് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക. നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ മറ്റ് വീഡിയോകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.